നമസ്കാരം. വൈകിട്ട് എന്താ പരിപാടി? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പലവ്യഞ്ജന സാധനങ്ങളെല്ലാം കഴിഞ്ഞു. എന്നാ വിട്ടാലോ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് യോഗിച്ചി. അതിനടുത്ത് തന്നെ ലാവലോൺ പാർക്ക്. ചേട്ടനോട് ചോദിച്ചപ്പോൾ പകുതി സമ്മതം. ഞങ്ങളെല്ലാം മുഴുവൻ സമ്മതക്കാരാണല്ലോ. യാത്ര തുടങ്ങി. ആ കാറ്റാടികൾ കണ്ടോ? നമ്മൾ പണ്ട് ഉത്സവ പറമ്പിലൊക്കെ ഇതിൻ്റെ ചെറുത് ഉപയോഗിച്ചിട്ടില്ലേ? ഞാൻ ഒത്തിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റത്ത് ഓടിക്കൊണ്ട് നടക്കുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന് കുറച്ച് ഗ്ലേസിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എത്തിയിട്ടോ ആവലോൺ പാർക്ക്. മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തിന് മാപ്പ്? നമ്മളിങ്ങനെ നടന്നു പോവുക അത്ര തന്നെ. അത് കണ്ടോ? അതൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്ത് വേണമെങ്കിൽ അവിടെ വന്നിരുന്ന് കഴിക്കാം കേട്ടോ. പിന്നെ റബ്ബിഷ് ബിന്നുണ്ട്. ആ റബ്ബിഷ് ബിന്നിൽ തന്നെ എല്ലാം ഇടണം. എല്ലാം ഇടണം എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ. ഹായ്, ഇതാണോ നീല തടാകം? ന്യൂസിലാൻഡിലെ ഒട്ടുമിക്ക ജലാശയങ്ങളൊക്കെ നീല കളറാണ് കേട്ടോ വെള്ളം. അങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പയ്യെ പയ്യെ. നല്ല രസമല്ലേ കാണാൻ? ഒരു തടാകം, അതിന് ചുറ്റും മരങ്ങൾ. ഇതാ താറാവും ഉണ്ട് കേട്ടോ. ഇത് ഇവിടെയുള്ള താറാവുകളാണ്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും പാടില്ല. ഓ, ഒന്നല്ല കേട്ടോ, ഒത്തിരി ഉണ്ടേ. അവൻ ഒറ്റേനാന്ന് തോന്നണേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ ഒരു നടപ്പാതയുണ്ട്. നമ്മൾ നേരത്തെ എൻട്രി കണ്ടില്ലേ? അവിടെ നിന്നും ഈ നടപ്പാതയിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ജലാശയം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ഈ പൂക്കൾ കൊള്ളാലേ? പൂക്കൾ മാത്രമല്ല, അവിടെ ഒരു കുരങ്ങനുണ്ട് കേട്ടോ. കുരങ്ങനല്ല, അതെൻ്റെ മൂത്ര സൽപുത്രനാ. മരം കണ്ടപ്പോൾ ഓടിക്കേറിയതാ. ഇതെന്താ? പുൽപ്പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നടപ്പാത. ഇവിടെ നടക്കാനുള്ള കുറച്ച് വഴി വിട്ടിട്ട് ബാക്കിയൊക്കെ പുല്ല് പിടിപ്പിച്ചേക്കാം കേട്ടോ. അത് കാരണം തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഇരിക്കാനും എല്ലാം നല്ലതാണ്. ആ ജലാശയത്തിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ ഇത്. ഓ, എന്ത് വലുതാലേ! ഇത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നണേ. ഇതെന്താ ഇവിടെ? ഒരാൾക്കൂട്ടം. ആൾക്കൂട്ടമൊന്നും ഇല്ല കേട്ടോ. വീക്കെൻഡ് അല്ലേ, ഞങ്ങളൊരു ദിവസം പോയ കാരണം വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു കൊച്ച് വെള്ളച്ചാട്ടം എന്ന് പറയാം. വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയ. പൊന്നും കുഞ്ഞും ഉഷാറായി തുടങ്ങിട്ടോ. ഇത് സീസോ. അച്ചാച്ചൻ ആദ്യം തന്നെ ഇരിപ്പുറപ്പിച്ചു. അച്ചാച്ചനേന്ന് വാങ്ങി പൊന്നു. ഇത് പറക്കണ സീസോയോ? അത് കൊള്ളാലേ. നമ്മൾ സാധാരണ സീസോ എന്ന് പറയുമ്പോൾ പൊങ്ങും താഴും പൊങ്ങും താഴും. ഇത് പറക്കും കൂടി ചെയ്യും. ഞാനും അച്ഛനും ട്രൈ ചെയ്തു. പക്ഷെ വലിയ പറപ്പിക്കലൊന്നും ഇല്ല കേട്ടോ. ഭാരം കാരണമായിരിക്കും. പൊന്നും കുഞ്ഞും നന്നായി പറക്കണ കണ്ടു. കുഞ്ഞിനെ ഞാൻ നന്നായി പറപ്പിച്ചു കേട്ടോ. എൻ്റെ അവിടെ വെയിറ്റ് കൂടുതലാണല്ലോ. കുഞ്ഞിന് താഴേക്ക് ഇറങ്ങാനേ പറ്റിയില്ല. അപ്പോഴാണ് അത് കണ്ടത്. ഇത് അതിസാഹസികമായി ഈ കയറിലെല്ലാം തൂങ്ങി
നമ്മൾ അങ്ങേ അറ്റത്തെത്തണം. പൊന്നൂന് ഇതൊക്കെ നല്ല ഇഷ്ടാട്ടോ. കുഞ്ഞനും ഒപ്പത്തിനൊപ്പം ഉണ്ട്. എന്നാലും പൊന്നു ഇതിലൊക്കെ സ്കോർ ചെയ്യും. ഇത് കാണണ പോലെയല്ല കേട്ടോ. ഇതത്ര ഈസി അല്ല. കുറച്ചധികം ഫിസിക്കൽ വർക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ്. നമുക്ക് നമ്മുടെ ബോഡീനെ ആ ബോഡിയുടെ ഭാരം താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി. പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്യണത് നല്ലതാണ്. അവർക്ക് കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടും. പിന്നെ അവരുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആവും. കുട്ടികൾക്ക് ഒത്തിരി എനർജി ഉണ്ടാവും. ആ എനർജിയൊക്കെ നമ്മളിങ്ങനെ അവർക്ക് ആ എനർജിയൊക്കെ പുറന്തള്ളാനുള്ള കുറച്ച് മാർഗങ്ങൾ വേണം. അതിനൊക്കെ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഇതുപോലെയുള്ള പാർക്കിലൊക്കെ പോണത് നല്ലതാട്ടോ. ആ എനർജി പുറന്തള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖമായി കിടന്നുറങ്ങിക്കോളും. പിന്നെ ഇവിടെ സ്കൂളുകളാണെങ്കിലും ഒത്തിരി പഠിക്കാനോ അവർക്ക് ബുക്കുകൾ പോലും വീട്ടിലേക്ക് കൊടുത്തേക്കില്ല. ഹോംവർക്ക് ഇല്ല. എല്ലാം അവിടെ വെച്ചിട്ട് തന്നെ. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് ടെൻഷനില്ല, നമുക്കതിലേറെ ടെൻഷനില്ല. ഇത് കഴിഞ്ഞില്ലേ, ഇത് ലാസ്റ്റ് റൗണ്ടാട്ടോ. പൊന്നു ശരിക്കും അടുത്തു. പൊന്നു നിർത്തി. അങ്ങനെ അവിടുന്ന് മുകളിലോട്ട് കയറാണ്. അടുത്തത് ഇതാണ്. ഇത് നമ്മൾ നല്ല മുകളിൽ നിന്ന് പോണ കാരണം തന്നെ നല്ല സ്പീഡാട്ടോ. രണ്ടുപേരും പരസ്പരം കൈ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇത് പാരലായിട്ട് പോണ സ്ലിംഗ് ആണ്. അതൊന്നും നടക്കണ കാര്യമില്ല. ചേട്ടൻ അങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ശരിക്കുള്ള വഴിയുണ്ട് കേട്ടോ. ഏയ് അതിൽ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു വിധം എത്തിപ്പെട്ടു. ഈ ചാട്ടം കൊള്ളാലേ. ഇത് കണ്ടപ്പോൾ എനിക്കും കൊതിയായിട്ടോ ചാടാൻ. അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാനും ഉണ്ട്, നമുക്കൊന്ന് ചാടി നോക്കാം. ഒത്തിരി ചാടിയില്ല കേട്ടോ, കുഴിഞ്ഞു പോയാലോ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ. അടുത്ത സ്ലൈഡിങ് ആയിരുന്നു കേട്ടോ. അത് ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ കോയിലിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു നുഴഞ്ഞ് ഇറക്കം. ഞങ്ങൾ പൊന്നും കുഞ്ഞും അതിന് മുകളിൽ കയറി വരണത് നോക്കി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമായി കാണാനില്ല. ഓ എത്തി. എത്തി. രണ്ടുപേര് സേഫായി എത്തിയത് കണ്ടപ്പോൾ അച്ഛനൊരാഗ്രഹം, ഞാനും ഒന്ന് കയറിയാലോ. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഈ കോഴിയിൽ കൂടെ പുറത്തേക്ക് വന്നില്ലെങ്കിലോ. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് വന്നില്ലേ പൊന്നൂനും കുഞ്ഞിനെ ഒന്നും കൂടി വിടാം, അവർ കൊണ്ടുവന്നോളും. പക്ഷെ പറഞ്ഞ പോലെ ആളെ കാണാനില്ല. കുഞ്ഞിനുള്ളിലേക്ക് നോക്കി, വരുന്നില്ലേ. എത്തി. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോയേനെ. ഇതെന്താ നാരായണത്ത് പ്രാന്തമാരാണോ? കയറുന്നു ഇറങ്ങുന്നു.
തളർന്നു. കുറച്ച് നേരമായേ തുടങ്ങിയിട്ട്. ഇനി കുറച്ച് നേരം വിശ്രമിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കണ്ടത്. സ്പൈഡർ നെറ്റ്, ചിലന്തി വല. ഒരു ചിലന്തി വല പോലെ തന്നെ തോന്നുന്നില്ലേ? ഈ ചിലന്തി വലയെ കൂടെ ഇങ്ങനെ കയറി 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 മുകളിലെത്തണം. അതാണ് ടാസ്ക്. ഇങ്ങനെയുള്ള ഒരൊറ്റ സാധനങ്ങളും പൊന്നൂസ് വെറുതെ വിടില്ല കേട്ടോ. ചേട്ടൻ കയറണ കാണുമ്പോൾ പിന്നെ കുഞ്ഞനും അതിൻ്റെ പിന്നാലെ കയറിക്കോളും. ചേട്ടൻ പുറത്തെ കാഴ്ചകളെല്ലാം നോക്കി നിൽക്കുക. ഇത്ര വേഗം എത്തിയോ പൊന്നൂസ്? പൊന്നൂസ് മുകളിലെത്തി കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി മുകളിലോട്ട് പോയപ്പോൾ എനിക്കും ഇത്തിരി പേടി തോന്നി. ഞാൻ പറഞ്ഞു, ഇറങ്ങിക്കോ, മതി. ഞാനൊന്ന് നടന്നപ്പോൾ വീഡിയോ എടുത്തതാട്ടോ ചേട്ടൻ. അത് ഞാൻ പറഞ്ഞിട്ടാട്ടോ. അപ്പോഴാണ് ഈ ഊഞ്ഞാൽ കണ്ടത്. ഞാൻ മുന്നേ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് അപ്പുറം ഇപ്പുറം 2 ബോഡി ഗാർഡ് നിന്ന് ആടണത്. അച്ഛനാണ് ആട്ടിത്തരുന്നത്. അവസാനം ഞാനിങ്ങനെ കിടന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ല കേട്ടോ. ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നു. വേഗം അതിൽ നിന്ന് ചാടി ഓടിപ്പോന്നു. ഈ മരകഷ്ണം കണ്ടോ? ഇത് ഒത്തിരി വർഷം പഴക്കളതാന്ന് തോന്നുന്നു. ഇതടുത്ത സ്ലൈഡ്. അയ്യോ, തവളയ്ക്ക് തലയില്ല കേട്ടോ. ഞാൻ മുന്നേ വന്നപ്പോൾ തലയൊക്കെ ഉള്ള തവളകളായിരുന്നു. ഇത് കണ്ടോ? ഇതിൽ സംസാരിക്കുമ്പോൾ അതിലെ കേൾക്കാം. എന്തിന് നേരിട്ട് പറഞ്ഞാൽ പോരെ? ഇത് കുടിവെള്ളം പൈപ്പാണ് കേട്ടോ. ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒന്നും നമ്മൾ വെറുതെ വിടില്ല. അറിയില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. ഇത് പണ്ടത്തെ ജലസേചന പദ്ധതിയാണെന്നാണ് പറയണേ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതിനു മുന്നേ കുറച്ച് മണ്ണ് വാരിയാലോ? ഒത്തിരി മണ്ണ് വാരിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം ഡ്രസ്സിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വൃത്തിയാക്കണേ. ഒരു ചെറിയൊരാഗ്രഹത്തിന് ഇത്തിരി മണ്ണ് വാരി കളിച്ചാൽ മതി. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. ഇത് നമ്മുടെ കുഴൽക്കിണറിലെ പൈപ്പ് പോലെയില്ലേ? അതുപോലെ തന്നെ കേട്ടോ. നമ്മളിങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ തട്ടായിട്ട് വെച്ചിരിക്കുന്ന ഇങ്ങനെ വരും, താഴോട്ട് വരും വെള്ളം. അങ്ങനെ ഈ ചക്രം കറക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഇതിലെ കയറും. ഇനി ഈ വെള്ളം നമുക്ക് മുകളിലേക്ക് എത്തിക്കണം. അതിനാണ് ഈ സംഭവം. അതിൻ്റെ ആ സർക്കിൾ കണ്ടോ? ആ സർക്കിൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം കയറി കയറി വരും. ഇത്തിരി പാടുണ്ട് കേട്ടോ. യെസ്. അത് കഴിഞ്ഞാൽ ഇവിടെ തുറക്കുമ്പോൾ ശക്തിയായി ഇത് കറങ്ങും. എനിക്ക് തോന്നുന്നു പണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു എന്ന്. എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒന്നും എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടില്ല. എല്ലാം ഊഹാപോഹങ്ങളാണ്. പിന്നെ നടന്നപ്പോഴാണ് ഈ റെയിൽപാത കണ്ടത്. ഇവിടെ ഒരു കൊച്ചു ട്രെയിൻ ഉണ്ട് കേട്ടോ. അന്ന് അത് വർക്കിംഗ് ആയിരുന്നില്ല. നടക്കാൻ വയ്യാത്തവർക്ക് ഈ ട്രെയിനിൽ കയറിയിരുന്ന് ഈ പാർക്ക് മൊത്തം ചുറ്റാം. ഇത് എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിലും സ്ഥലം അളക്കുന്നതിൽ ഞാൻ പണ്ടേ വീക്കാം. അത് കണ്ടോ? വീണ്ടും ഒരു ഡൈനിങ് ഹാൾ. ഇവിടുത്തെ പാർക്കുകളിൽ സാധാരണ ഉണ്ടാവും കേട്ടോ, 1 2. പിന്നെ ഭക്ഷണം ചൂടാക്കാനുള്ള
ഓവൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റോഡ് സിഗ്നലുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കണ കാരണം ചേട്ടൻ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരായിരുന്നു. അപ്പോൾ ചെറിയൊരു ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിയണം, ആ സിഗ്നൽ എന്താണ് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ട്രെയിൻ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം കണ്ടെത്തി. ഇതാണ് കേട്ടോ ആ ട്രെയിൻ. അതായത് എനിക്ക് തോന്നുന്നു ഈ ഗാരേജിൽ ആണ് ആ ട്രെയിൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കയറാൻ പറ്റിയില്ല. സാരില്ല, നമുക്ക് ഇനിയും വരാന്നേ. അങ്ങനെ ആവലോൺ പാർക്കിനോട് ബായ് പറഞ്ഞു. ഇപ്പോൾ ഒരു 8 മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ചെറിയൊരു വെളിച്ചമൊക്കെ ഉണ്ട്. ഇവിടെ സമ്മറിൽ ശരിക്കും 9 മണിയാകുമ്പോഴേ ചെറുതായിട്ട് ഇരുട്ട് വരികയുള്ളൂ. ഇന്ന് പക്ഷെ ഇത്തിരി ഒരു മൂടലുണ്ട്. മഴക്കോളുണ്ടോയെന്നൊരു സംശയം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്.